നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഒന്നും ചെയ്യാതെ മാറി നിൽക്കാൻ സർക്കാരിനു കഴിയാത്ത വിധം സിപിഎമ്മിന്റെ സമരം ശക്തിപ്പെട്ടെന്ന സിപിഐ നേതാവ് കെ ഇസ്മായിൽ. മോഡി ഒരു വെല്ലുവിളിയെ അല്ലെന്നും ബിജെപി കേരളത്തിൽ ഇക്കുറിയും അക്കൌണ്ട് തുറക്കില്ലെന്നും ഇസ്മായിൽ. ഹൃദയശൂന്യന്മാരാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നയിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാഘവൻ. ആര്യങ്കാവ് മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കൈക്കൂലി ഏജന്റ് പണം സഹിതം പിടിയിൽ. വാർത്തകൾ വിശദമായി. പാചകവാതക വിലവർദ്ധനവിനെതിരെ സിപിഎം സമരം തുടരുന്ന പുനലൂരിലെ വേദി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഇസ്മായിൽ സന്ദർശിച്ചു. ഒന്നും ചെയ്യാതെ മാറി നിൽക്കാൻ സർക്കാരിന് കഴിയാത്ത വിധം സമരം ശക്തിപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കെഎസ്ആർടിസി ജംഗ്ഷനിൽ സിപിഎമ്മിന്റെ സമരപന്തലിലെത്തിയ കെ ഇസ്മായിൽ നിരാഹാര സമരം തുടരുന്ന ഡി ദിനേശനെ സന്ദർശിച്ച് അഭിവാദ്യമർപ്പിച്ചു. സിപിഐ നേതാക്കളായ പി എസ് സുബാൽ, ഗ്രേസി ജോൺ, വി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരായ സിപിഎമ്മിന്റെ സമരത്തിന് സിപിഐയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് കെ ഇസ്മായിൽ പറഞ്ഞു. ഈ സമരം എത്ര ദിവസം മുന്നോട്ട് പോയാലും ഈ ജനങ്ങളുടെ സർവ്വത്തിനായുള്ള പിന്തുണയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഭരണമാണ് കേന്ദ്രത്തിന്റേത്. എത്ര ജനവിരുദ്ധ നയം സ്വീകരിക്കുന്ന സർക്കാരും സാധാരണഗതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ ചില നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ജനങ്ങൾ എത്ര എതിരായാലും വിരോധമില്ല. രാജ്യത്തെ സമ്പന്നന്മാർക്ക് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെയാണ് UPA ഭരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതിന് ഓശാന പാടുന്നു. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരെ ജനം പാഠം പഠിപ്പിക്കുമെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഒരു നഗ്നമായ ഭരണമാണ് എന്ന് നാൾ ചെല്ലുന്തോറും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇന്ന് ബോധ്യമായി പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഏതൊരു ഗവൺമെന്റും എത്ര ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റുകളായാലും തെരഞ്ഞെടുപ്പെടുക്കുന്ന ഒരു ഘട്ടങ്ങളിലെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില ചെപ്പടി വിദ്യകൾക്ക് വഴി തേടാറുണ്ട്. എന്നാൽ ജനങ്ങൾ എത്ര എതിരായാലും വിരോധമില്ല. ഈ രാജ്യത്തെ സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ള നിലപാടേ ഞങ്ങൾ എടുക്കൂ എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഭരിക്കുന്ന ഒരു കേന്ദ്രവും അതിനോശാന പാടുന്ന ഒരു സംസ്ഥാനവും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. കണ്ടാലും കൊണ്ടാലും അറിയാത്തവരെ ഒരു പാഠം പഠിപ്പിക്കാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അരയും തലയും മുറുക്കി രംഗത്താണ്. സഹിക്കാവുന്നിടത്തോളമേ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയും. സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ഇത് സഹിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിലവിലുള്ള സാഹചര്യത്തിൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നിലപാടുകളെ മറികടക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് കെ ഇസ്മായിൽ ലൈവ് വാർത്തയോട് പറഞ്ഞു. മോഡി ഒരു വെല്ലുവിളിയല്ല. ബിജെപി ഇത്തവണയും കേരളത്തിൽ അക്കൌണ്ട് തുറക്കില്ലെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിന്റെയും കോൺഗ്രസ് വയ്ക്കുന്ന നിലപാടിന്റെയും മറികടക്കാൻ ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കേ കഴിയൂ. മോഡി ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ലെന്നാണോ? ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. കേരളത്തിൽ ബിജെപി അവസ്ഥ മെച്ചപ്പെടുത്തുന്ന ഒരു ധാരണയുണ്ട്. ഇതുവരെ അവരൊരു അക്കൌണ്ട് തുറന്നിട്ടില്ല. ഇനിയും അതിന് സാധ്യത കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹൃദയശൂന്യന്മാരാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നയിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാഘവൻ. പാചകവാതക വിലവർദ്ധനവിനെതിരായി കുന്നിക്കോട് ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അസ്ലം തുടർന്ന നിരാഹാരത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാചകവാതക വിലവർദ്ധനവിനെതിരായ സിപിഎം പ്രക്ഷോഭം ഹൃദയശൂന്യന്മാരായ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന വിശ്വാസമില്ലെന്ന് ബി രാഘവൻ പറഞ്ഞു. ലോക ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളുടെ സ്ഥാനത്താണ് മൻമോഹൻ സിംഗും ഉമ്മൻചാണ്ടിയുമെന്ന് ബി രാഘവൻ കുറ്റപ്പെടുത്തി. ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം മത്സരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രഭരണം ഈ നിലയിൽ തുടർന്നാൽ കേന്ദ്രമന്ത്രിമാരായ AK ആന്റണിക്കും വയലാർ രവിക്കും കൊടിക്കുന്നിൽ സുരേഷിനുമൊക്കെ ഇനി ജനമധ്യത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിലെ പെട്രോൾ, ഡീസൽ, പാചക ഗ്യാസിന് പുറത്ത് വില 271 രൂപയാണ്. ഓർമ്മയുണ്ടോ? 271 രൂപയാണ് 5 കൊല്ലത്തിന് മുമ്പ്, 2009. ആ 271 രൂപയാണ് ഒരു 5 കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ 1300 രൂപയായി മാറി.
CPM ലോക്കൽ കമ്മിറ്റി അംഗം TR കൃഷ്ണൻ നായർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി B അജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗം M റഹീംകുട്ടി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, സജീവൻ, സജീദ്, മുഹമ്മദ് കുഞ്ഞ്, MS സുധ, ലില്ലിക്കുട്ടി, മിനി ജോസ് പ്രകാശ്, സുധീർ, കർഷക സംഘം നേതാവ് രാജശേഖരൻ പിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KAEPയുടെ ജലവിതരണ കനാൽ തുറന്നുവിടാത്തതിനാൽ പ്രതിസന്ധിയിലായ കരീപ്ര ഏരിയയിലെ കർഷകർ KAEPയുടെ കൊട്ടാരക്കര ഓഫീസ് ഉപരോധിച്ചു. വെള്ളം കിട്ടാതെ ഇവരുടെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. ധർണ അഡ്വക്കേറ്റ് P ആയിഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകർ നെൽച്ചെടികളുമായി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. കനാൽ തുറന്നുവിടണമെന്ന ആവശ്യം ഇറിഗേഷൻ വകുപ്പ് പരിഗണിക്കുന്നില്ല. കഠിനമായ ചൂടിൽ നെൽപ്പാടങ്ങൾ ഏക്കർ കണക്കിനാണ് നശിക്കുന്നത്. കൊട്ടാരക്കര താലൂക്കിൽ 2000 ഏക്കർ നെൽകൃഷി നശിച്ചു. കരീപ്ര ഏലായിൽ 250 ഏക്കർ കൃഷിയിടം നശിച്ചു. കഴിഞ്ഞ വർഷം കൃത്യസമയത്ത് കനാൽ തുറന്നുവിടാത്തതിനാൽ 100 ഏക്കറോളം നെൽകൃഷി നശിച്ചിരുന്നു. നെൽകൃഷി അടക്കം വിവിധ കാർഷിക വിളകൾ ഉണങ്ങിവരേണ്ട അവസ്ഥയിലാണ്. നിരവധി തവണ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. ഞങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലരി ഉച്ചയ്ക്ക് നിങ്ങളും കാശ് കൊടുത്ത് മേടിക്കുന്നത്, അത് വെച്ച് നിങ്ങൾ ചോറ് കഴിക്കുന്നതാ. ഞങ്ങളുടെ നട്ടല്ലൊടിയുന്നതാ. ഞാൻ 200 രൂപ നിലം ഇപ്പം ചെയ്യുന്നുണ്ട്. ഈ നിൽക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യുന്നതാ. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കനാല് തുറന്ന് വെള്ളം വിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സൂചനാ പണിമുടക്ക്, നിരാകാരം ഉൾപ്പെടെ ഉപരോധം ഉൾപ്പെടെ ഞങ്ങളെ ജനാധിപത്യ സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങളിവിടെ ധർണ നടത്തുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലും മുഖ്യമന്ത്രിക്കും നിങ്ങൾക്ക് തന്നോണം എല്ലാ പേപ്പറുകളും കൊടുത്തിട്ടാ വന്നേ. എത്രയും വേഗം വെള്ളം തുറന്നുവിട്ടില്ലെങ്കിൽ ജില്ലാ തലത്തിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കനാൽ തുറന്നു വിട്ട് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ സമരങ്ങളുടെ വേലിയേറ്റായിരിക്കും ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് കയറി ജോലി ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട്. ഏല വികസന സമിതി പ്രസിഡന്റ് K വിജയകുമാർ, സെക്രട്ടറി R ചന്ദ്രശേഖരൻ പിള്ള, തളവൂർക്കോണം വാർഡ് മെമ്പർ S ബിന്ദു, കേരള കർഷക സംഘം നേതാവ് S രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ച കൊട്ടാരക്കരയിൽ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. റബ്ബർ വിലയിടിവ് മൂലം കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ധർണ BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് വയക്കൽ സോമൻ ഉദ്ഘാടനം ചെയ്തു. ആദർശധീരൻ എന്ന് പറയുന്ന ആന്റണി പ്രതിരോധ മന്ത്രിയായിട്ട് കേന്ദ്രത്തിലെ രണ്ടാമനെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനതയായിട്ടുള്ള കേരള ജനത, റബ്ബർ കർഷകൻ ഇവിടെ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. കയറെടുക്കേണ്ട ഗതികേടിലേക്ക് റബ്ബർ കർഷകരെ എത്തിച്ചത് UPA സർക്കാരിന്റെ, കോൺഗ്രസ് സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങളാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഒരു പാരിപ്പള്ളി നഴ്സിംഗ് കോളേജിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട റബ്ബർ കർഷകന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ത് പദ്ധതികളാണ് ഈ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്? ഉത്പാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ റബ്ബറിന്റെ വിലയിടിവ് തടയാൻ UPA സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ റബ്ബറിന്റെ വിലയിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. കിലോയ്ക്ക് ഇപ്പോഴും 180 രൂപയിൽ താഴെയാണ് വില. 1ാം ഗ്രേഡ് റബ്ബറിന് പോലും വിപണിയിൽ മാന്യമായ വില ലഭിക്കുന്നില്ല. ടാപ്പിംഗും വളപ്രയോഗവുമൊക്കെയായി ധാരാളം പണം കർഷകർക്ക് ചെലവാകുന്നു. ഇതിനനുസൃതമായി വില വർദ്ധിക്കാത്തതിനാൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. മുമ്പ് വിലവർദ്ധനമുണ്ടായപ്പോൾ വർദ്ധിപ്പിച്ച ഉത്പാദന ചെലവ് ഇപ്പോഴും അതേപടി തന്നെയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സതീഷ് ബാബു അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന സമിതി അംഗം KR രാധാകൃഷ്ണൻ, BJP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ഹരി മൈലംകുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആര്യങ്കാവ് മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കൈക്കൂലി ഏജന്റ് പണം സഹിതം പിടിയിലായി. ഉദ്യോഗസ്ഥരെ കണ്ട് പണം ജനാലയിലൂടെ പുറത്തെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ ഇയാൾ കയ്യിലുണ്ടായിരുന്ന പണപ്പൊതി ജനാല വഴി പുറത്തേക്കെറിഞ്ഞ ശേഷം ചാടി ഓടാൻ ശ്രമിക്കവെയാണ് പിടിയിലായത്. ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിപ്പണം കൈകാര്യം ചെയ്യുന്ന ഏജന്റാണ് ഇയാളെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് വിജിലൻസ് ഡിവൈഎസ്പി റെക്സ് ബോബി അർവിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലത്തുനിന്ന് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിലെത്തിയത്. പിടിയിലായതോടെ താൻ ചെക്ക് പോസ്റ്റിൽ മൂത്രമൊഴിക്കാൻ കയറിയതാണെന്നും കയ്യിലുണ്ടായിരുന്നത് സ്വർണം പണയം വെച്ച പണമാണെന്നും സുരേഷ് വാദിച്ചു. എന്നാൽ ഓടാൻ ശ്രമിച്ചത് ഇയാളുടെ വാദങ്ങൾ പൊളിക്കുകയായിരുന്നു. 50,000 രൂപയാണ് ഇയാളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. ചെക്ക് പോസ്റ്റിലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടി മാറുന്ന സമയത്താണ് ഏജന്റ് ഓഫീസിലെത്തി പണം കൊണ്ടുപോവുകയും പിന്നീട് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഓവർലോഡ് കയറ്റി വരുന്ന വാഹനങ്ങളിൽ നിന്നാണ് കൈക്കൂലി വാങ്ങുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇത്രയും തുക ലഭിച്ചതോടെ വൻതോതിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് വിജിലൻസ് സിഐമാരായ സിനി ഡെന്നിസ്, N നസീർ, SI രവീന്ദ്രപ്രസാദ്, സീനിയർ CPOമാരായ സുധീഷ്, സിറാജുദ്ദീൻ, ജേക്കബ്, സ്പെഷ്യൽ തഹസിൽദാർ അബ്ദുൽ സലാം എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാവടി ഘോഷയാത്ര പുനലൂരിനെ ഭക്തിസാന്ദ്രമാക്കി.
ദൃശ്യങ്ങൾ. തൃക്കോതേശ്വരം മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ടൌൺ ചുറ്റി ചെമ്മത്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 25ാമത് റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ നടത്തിവന്നിരുന്ന താലൂക്ക് തല സുരക്ഷാ വാരാചരണം വെള്ളിയാഴ്ച സമാപിച്ചു. സമാപനത്തിന്റെ ഭാഗമായി സുരക്ഷാ സന്ദേശ റാലി സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ടൌൺ ചുറ്റി മാർക്കറ്റിന് മുന്നിൽ സമാപിച്ചു. സമാപന സമ്മേളനം പുനലൂർ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ S. ബിജു ഉദ്ഘാടനം ചെയ്തു. ബഹുഭൂരിപക്ഷം റോഡ് അപകടങ്ങളും മദ്യപിച്ച് വാഹനമോടിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് പൌരന്റെ ഉത്തരവാദിത്തമാണെന്ന് S. ബിജു ചൂണ്ടിക്കാട്ടി. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും പിള്ളേരൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് രാത്രിയും പകലുമൊക്കെ ഈ ടൗണിലൂടെയൊക്കെ വണ്ടിയും കൊണ്ട് പോകുന്ന പോക്ക് കണ്ടാൽ എന്തൊരു അപകടകരമായ സാധ്യത. തടഞ്ഞു നിർത്തി അടി കൊടുക്കാൻ തോന്നും. അത്രയും കണക്ക് ആണ് നമ്മുടെ ടൗണിലൂടെയൊക്കെ പല ചെറുപ്പക്കാരെ എല്ലാ വാഹനങ്ങളും ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഏതെല്ലാം നിലയിലുള്ള അപകടമാണ്. നിയമം അനുസരിക്കാൻ വേണ്ടി കുറെ മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യന് വേണ്ടിയുള്ളതാണ് നിയമം. ആ നിയമങ്ങളെ അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. റോഡ് നിയമങ്ങളും പാലിക്കപ്പെടാതിരുന്നാൽ എത്രയോ കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുന്നു. അങ്ങനെ കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടാലുള്ള അവസ്ഥ അത് മാത്രമല്ല, അതിലുണ്ടാകുന്ന അപകടങ്ങൾ, പരിക്കുകൾ, അതിലൂടെ നഷ്ടപ്പെടുന്ന തൊഴിൽ ദിനങ്ങൾ, ഒരുപാട് നഷ്ടങ്ങളാണ്. ഒരു നിലയിൽ മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങളെ മാത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ നേരിട്ടുള്ള നഷ്ടത്തെ മാത്രമാണ് നമ്മൾ വിലയിരുത്തുന്നത്. ജോയിന്റ് RTO മധുസൂദനൻപിള്ള അധ്യക്ഷനായി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കായി പഠന ക്ലാസുകൾ, വാഹന പരിശോധന തുടങ്ങി വിപുലമായ പരിപാടികൾ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. സമാപന സമ്മേളനത്തിനു ശേഷം ഡ്രൈവർമാർക്കായി റോഡ് സുരക്ഷാ വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ NC അജിത് കുമാർ, വാർഡ് കൌൺസിലർ വത്സ JP ജോൺ, ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് AS റിയാസ്, സെക്രട്ടറി AM അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഒറ്റക്കൽ സയ്യിദ് മസൂദ് ഔലിയ നേർച്ചപ്പള്ളിയിലെ കൊടിയേറ്റ് ആഘോഷപൂർവ്വം ബുധനാഴ്ച നടന്നു. ദൃശ്യങ്ങളും റിപ്പോർട്ടും. ജാതിമത ഭേദമന്യേ പ്രദേശവാസികളടക്കം നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. രാവിലെ 6 മണിയോടെ ഖുറാൻ പാരായണത്തോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങിയത്. ഉച്ചതിരിഞ്ഞ പള്ളി അങ്കണത്തിൽ നിന്ന് ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. തുടർന്ന് ഒറ്റക്കൽ പാറക്കടവിൽ കല്ലടയാറ്റിൽ പ്രാർത്ഥനയോടെ വലിയ മുളകളിൽ കൊടികെട്ടി. പാറക്കടവിൽ നിന്നാണ് വർണ്ണാഭമായ കൊടിമര ഘോഷയാത്ര തുടങ്ങിയത്. ദഫ്മുട്ട്, അലങ്കരിച്ച വാഹനങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് ചാരുത പകർന്നു. ഘോഷയാത്ര പള്ളി അങ്കണത്തിൽ എത്തിയതോടെ കൊടിയേറ്റ് ചടങ്ങ് ആരംഭിച്ചു. പള്ളിയോട് ചേർന്നുള്ള വൻമരത്തിൽ ജാതിമത ഭേദമന്യേ നാട്ടുകാർ കയറി ബോലോ തക്ബീർ എന്ന മന്ത്രത്തോടെ കൊടികെട്ടി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ നാനാ പ്രദേശങ്ങളിൽ നിന്നും വിശ്വാസികൾ ഈ കാഴ്ച കാണുന്നതിനും ഇതിന്റെ ഭാഗമാകുന്നതിനും എത്തിയിരുന്നു. കൊടിയേറ്റ് കഴിഞ്ഞാൽ ദുആ നിസ്കാരം. ചന്ദനത്തിരിയും ചന്ദനവുമാണ് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നത്. പള്ളിയിൽ നിന്ന് ഭക്തർക്ക് പ്രസാദം ലഭിക്കും. കൊടിയേറുമ്പോൾ വിശ്വാസി നേരുന്ന നേർച്ച ഫലം കാണും എന്നാണ് വിശ്വാസം. ബന്ദേനബാസ്, സുലൈമാൻ, മുഹമ്മദ് മുസ്തഫ, സയ്യിദ് മസൂദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനു വേണ്ടി പുതുതായി പണിയെടുപ്പിച്ച IP ബ്ലോക്കിന്റെ ഉദ്ഘാടനം രാജ്യസഭാംഗം KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി വരുമ്പോൾ കൂടുതൽ രോഗികൾ വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ആശുപത്രി സൗകര്യങ്ങൾ ഉണ്ടാവും. കാരണം രോഗികൾ കൂടുതൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കുറയുക, അസുഖങ്ങൾ വരിക എന്നുള്ളതാണ്. പക്ഷേ ചില സമയത്തെങ്കിലും കൂടുതൽ ആളുകൾക്ക് പലപ്പോഴും പല തരത്തിലുള്ള രോഗങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം താലൂക്ക് രൂപീകരണ യോഗത്തിൽ പറഞ്ഞൊരു കാര്യം, പത്തനാപുരത്തിന്റെ പഴയ ആ ആരോഗ്യരംഗത്തെ പ്രൗഢി ഇപ്പോൾ പലപ്പോഴും ഇല്ല. മറ്റൊന്നും കൂടെ അല്ല, പണ്ട് MBBS ആശുപത്രിയില്ലേ തൊട്ടപ്പുറത്ത് MBBS എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലല്ല, ഡിജിറ്റൽ പേര് അറിയപ്പെടുന്ന ആശുപത്രി. അത് കൊട്ടാരക്കരയെന്നോ അങ്ങനെ കോന്നിന്നോ പുനലൂരിന്നോ ഒക്കെ ആളുകൾ വന്നിരുന്ന കാലം അദ്ദേഹത്തെ നേരിട്ടറിയുന്ന ആളുകളാണ് ജയിക്കുന്നത് പലരും. അങ്ങനെ ഉണ്ടായിരുന്ന പത്തനാപുരത്ത് അത്രയും സൗകര്യങ്ങളുള്ള ആശുപത്രി ഇപ്പോൾ ഇല്ലാതെ മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ആശുപത്രി സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കേണ്ട ആവശ്യകതയും
സംബന്ധിച്ച് ആളുകൾ ചർച്ച ചെയ്തു. വലിയ ആശുപത്രിയില്ല, നിലവിലുള്ള ആശുപത്രി തന്നെ വേണ്ടത്ര സൗകര്യമില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷത്തിൽ പത്തനാപുരം സെന്റർ മാർത്തോമ കൺവെൻഷന് ഇടത്തറയിൽ തുടക്കമായി. 34ാമത് പത്തനാപുരം സെന്റർ മാർത്തോമ കൺവെൻഷൻ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം അടിയിൽ വരികൾക്കിടയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം, വ്യാപ്തി, ബലം നമുക്ക് മനസ്സിലാകുന്നത്. ദൈവമേ നീ പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ അതിന് അടിയിലൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞാൻ പാപിയാണ്. ബലവാനെ നീ പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ ദൈവമേ ഞാൻ ബലം കുറഞ്ഞവൻ. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നെന്ന് പറയുമ്പോൾ ദൈവമേ ഞാൻ മരണമുള്ളവനാണ്. 4 വിരൽ നീളമുള്ള കൊച്ചു ആയുസിന്റെ മധ്യത്തിൽ പാർക്കുന്നു, എന്നാൽ അവിടുന്ന് എന്നും മരണമില്ലാത്തവനായി ജീവിക്കുന്നു എന്ന് പറയും. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്ന് പറയുമ്പോൾ കുരിശു വരച്ചുകൊണ്ടാണ് ആളുകൾ അത് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. സെന്റർ കൺവെൻഷൻ ഗായക സംഘം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ റവറന്റ് ഫാദർ ജെയിംസ് തോമസ്, മാത്യു പി തോമസ്, ജെയിംസ് ജോർജ്, ജോൺസൺ സാമുവൽ, എ എബ്രഹാം, മാത്യു വർഗീസ്, ജിബിൻ വി സാമുവൽ, ബ്രിജിത് ജോൺ കോശി, കൺവെൻഷൻ കമ്മിറ്റി ഭാരവാഹികളായ വർഗീസ് ജോൺ, ജോയ് വർഗീസ്, എബ്രഹാം വർഗീസ് താന്നിക്കൽ, ബാബു ജോൺ, വി ജി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ദിവസങ്ങളിലായി റവറന്റ് ഫാദർ ജോജി കെ ജോയ്, റവറന്റ് ഫാദർ പൌലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, ഗ്രേസ് ലാൽ, റവറന്റ് മാമൻ സാമുവൽ, റവറന്റ് അലക്സാണ്ടർ തോമസ് തുടങ്ങിയവർ സംസാരിക്കും. ഞായറാഴ്ച ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ കുർബാന. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ തൃക്കുന്നമർക്കോട് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം 19-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഏതാണ്ട് ഈ ഭാഗത്ത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല മഹോത്സവം, മകര പൊങ്കാല മഹോത്സവം തലവൂർ തൃക്കുന്നമൂർ ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. 4000-ലധികം കൂപ്പണുകൾ വിറ്റ് കഴിഞ്ഞു. ഇനിയും കൂപ്പണുകളുടെ വിതരണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒന്നും ചെയ്യാതെ മാറി നിൽക്കാൻ സർക്കാരിനു കഴിയാത്ത വിധം സിപിഎമ്മിന്റെ സമരം ശക്തിപ്പെട്ടെന്ന സിപിഐ നേതാവ് കെ ഇസ്മായിൽ. മോഡി ഒരു വെല്ലുവിളിയെ അല്ലെന്നും ബിജെപി കേരളത്തിൽ ഇക്കുറിയും അക്കൌണ്ട് തുറക്കില്ലെന്നും ഇസ്മായിൽ. ഹൃദയശൂന്യന്മാരാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നയിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാഘവൻ. ആര്യങ്കാവ് മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ കൈക്കൂലി ഏജന്റ് പണം സഹിതം പിടിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.